ആത്മാർത്ഥമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിത് കൊടുത്തത്. പക്ഷെ അവരെന്നെക്കുറിച്ച് ഒരു വാക്ക് പറയാത്ത എനിക്ക് വിഷമം തന്നെയുണ്ട്. ഉള്ളത് പറയാം, അത് സാരമില്ല, ഇനി നമുക്ക് ചെയ്യാം അല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടല്ലേ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീടിനൊക്കെ തൊടാൻ പേടിയാണ്. കാരണം എവിടുന്ന് ഇനി അടുത്ത ട്രോള് വരുന്നത് അറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴഞ്ചേരിയിലെ ഉദ്ഘാടനത്തിന് അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞു എൻ്റെ മോന് വീടില്ല, എന്നെ സഹായിക്കാം. ചേച്ചി അപേക്ഷ കൊടുത്തോ, ഞാൻ നോക്കി ചെയ്തോളാം. അപേക്ഷ മേടിച്ചോ, ഓക്കെ, ഞാൻ നോക്കി ചെയ്തോളാം കേട്ടോ. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ പാർക്കിന്റെ അവിടുത്തെ കടയുടെ അടുത്ത് ശരി, അപേക്ഷ മേടിച്ചോ, ഞാൻ നോക്കി ചെയ്തോളാം കേട്ടോ. ഓക്കെ, രാവിലെ 7 മണിക്ക് ഇറങ്ങിയത് അച്ഛൻ. ശരി, ഞാൻ നോക്കി ചെയ്തോളാം. അഖില ഒന്ന് ഈ അരുണോട് സംസാരിച്ചു. അച്ഛൻ ഇത്രയും സഹായം ചെയ്തിട്ടും ആ വീട്ടുകാർ അച്ഛനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതിന് അച്ഛന് സങ്കടമുണ്ടോ? എനിക്ക് സങ്കടമില്ല, പക്ഷേ ഞാൻ സ്വന്തം അച്ഛനെ അമ്മയും പോലെ കരുതിയാണല്ലോ നമ്മൾ ഓരോ വീടുകൾ പണിത് കൊടുക്കുന്നത്. പക്ഷെ അവരങ്ങനെ പറയാതിരുന്നപ്പോൾ എനിക്കൊരു വിഷമമായി. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ ഇനിയെങ്കിലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാ പറയാം, നിങ്ങൾ അവരൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നെക്കുറിച്ച് ഒരു വാക്ക്, കാരണം നിങ്ങൾക്കറിയാലോ ആത്മാർത്ഥമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിത് കൊടുത്തത്. പക്ഷെ അവരെന്നെക്കുറിച്ച് ഒരു വാക്ക് പറയാത്ത എനിക്ക് വിഷമം തന്നെയുണ്ട്. ഉള്ളത് പറയാം, അത് സാരമില്ല, ഇനി നമുക്ക് ചെയ്യാം അല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടല്ലേ. അങ്ങോട്ട് നോക്കി. ആണോ? ഡിഗ്രി അല്ലേ? മേലെ അല്ലേ? വീടൊക്കെ ഉണ്ടോ? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീടിനൊക്കെ തൊടാൻ പേടിയാണ്. കാരണം എവിടുന്ന് ഇനി അടുത്ത ട്രോള് വരുന്നത് അറിയില്ല. എന്ത് ഉപകാരം ചെയ്താലും ഇത് തന്നെയാണ്. പഞ്ചായത്തായാലും ആരായാലും നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതേ പറ്റുള്ളൂ അല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം, അപേക്ഷ കാര്യങ്ങൾ പറയാം, അത് ചെയ്തോളൂ കേട്ടോ.